ഹായ് ഹലോ. അങ്ങനെ ഞാൻ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ ഒന്ന് ലീവിന് വന്നിട്ടുണ്ടായിന്. ഒന്ന് ഇരിട്ടിയിൽ ജ്വല്ലറിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് വന്നേരം എന്നെയും കൂടി വിളിച്ച് മക്കളെയും കൊണ്ട് ഒരു ദിവസം വരുമോ, നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വേഗം വിളിച്ച പാടെ തന്നെ ഇവിടുന്ന് ഉമ്മാനോടും സുനിക്കാനോടൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഉമ്മാൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഒക്കെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം വീട്ടിലേക്ക് പോയതാട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല, കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മോന് നല്ല കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഭയങ്കര കരച്ചിലുണ്ടോ, കാരണം ഞാൻ അങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ നിൽക്കാൻ വരില്ല. അപ്പോൾ ഇതാ ഞാൻ മോനെ നോക്കുമ്പോഴേക്കും ഉമ്മ വേഗം ചായക്ക് വേണ്ടിയിട്ടുള്ള കടികളൊക്കെ കട്ട്ലേറ്റ്, മുട്ട ബോണ്ട, അതേപോലെ തന്നെ ക്യാരറ്റ് കേക്ക്, പിന്നെ കായ്പോള, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ആങ്ങളെ വാങ്ങി വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേഗം നമുക്ക് ചായയൊക്കെ തരാൻ നോക്കുകയാണേ. അപ്പോൾ ഇവിടെ വന്നാൽ മോന് പാല് എന്ന് പറഞ്ഞൊരു കളി കേട്ടോ. പശു ഇല്ലെങ്കിലും ഇവിടെ വന്നവൻ്റെ വിചാരം ഇവിടെ ഉമ്മാമ എപ്പോഴും പാല് വാങ്ങി വെക്കും. ഉമ്മ ആദ്യം കടല ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. ഇന്ന് ഞാൻ വന്നത് വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ, കാരണം ഉമ്മക്ക് ഓർഡർ ഉള്ള ദിവസമാണ്. ഗൾഫിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കോഴിയടയും അതേപോലെ തന്നെ കൽമാസില്ലേ, അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വേഗം അതിൻ്റെ പണിയിലേക്ക് പോയട്ടോ. ഇന്ന് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇത് കുറച്ച് പണിയാണ്, ഇതിങ്ങനെ ഉണക്കിയെടുക്കണം. ഫുള്ള് ചിക്കനാട്ടോ, ഉള്ളിയൊന്നും ഇടാണ്ട്. അപ്പം ഉമ്മ അതും കൊണ്ട് കുറേ സമയമായിട്ടോ, അത് ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ ഇളക്കി ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വേഗം ഗ്യാസും വന്ന് ഇതിൻ്റെ കൽമാസിൻ്റെ മസാല ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം അതിൻ്റെ പരിപാടിയിലേക്കൊക്കെ നീങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഉമ്മാൻ്റെ ഒരു കണ്ണ് എൻ്റെ മുന്നിൽ എത്തുന്നുണ്ട് കേട്ടോ, കാരണം ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണോ ഞാൻ ഉണ്ടാക്കുകയെന്ന് അറിയില്ലല്ലോ. എന്നാലും അത് കൽമാസിൻ്റെ മസാല അധികം ഉണങ്ങുമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിരക്കിലായതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്ത് അധികം നിന്നിക്കില്ല. അപ്പോൾ ഇതാ നമ്മൾ ചിക്കനൊക്കെ വേവിച്ചിട്ട് പിന്നെ മിക്സിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടതിനെ. അങ്ങനെ ഇതാ എൻ്റെ കൽമാസിൻ്റെ മസാല ഏകദേശം ഇവിടെ റെഡി ആകാനായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുറത്ത് ഉമ്മമ്മേൻ്റെ കോഴിയാടേൻ്റെ മസാല റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നിപ്പോൾ എനിക്ക് പിന്നെ പണിയുള്ള ദിവസമാണ് എന്ന്. അത്യാവശ്യം ഉമ്മ ഇങ്ങനെ കടികളൊക്കെ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരാൾ പിന്നെ പേരൊക്കെ നമ്മളെ ഫോർക്കുമ്പോൾ കുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ അതൊക്കെ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ഇതാ ഉമ്മേൻ്റെ കോഴിയാടിൻ്റെ മസാല നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ എൻ്റെ കൽമാസിൻ്റെ മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 മസാല റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ, കാരണം നാളെ രാവിലെയാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോഴേക്കും ഇത് ആങ്ങളെ നമുക്ക് ഫുഡ് ഞാൻ പറഞ്ഞില്ല ഇന്ന് വാങ്ങാൻ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ ബട്ടർ നാനും അതേപോലെ തന്നെ തന്തൂരി ചിക്കനാന്ന് തോന്നുന്നു, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതൊന്നും എപ്പോഴും കഴിക്കലൊന്നുമില്ല, വല്ലപ്പോഴായതുകൊണ്ട് നമ്മൾ മക്കൾക്കൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും കിടന്ന് ഉറങ്ങി. അങ്ങനെ ഇവിടെ ഇതാ രാവിലെ തന്നെ ഉപ്പാപ്പയും മോനും ഭയങ്കര കഥയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പം ഫൈസാൻ മോനെ വാപ്പാനെ നല്ലോണം തിരിയുന്നുണ്ട് കേട്ടോ. പക്ഷേ ബാപ്പാക്ക് കണ്ണ് കാണൂല എന്ന് മോനിപ്പോഴും അറിയില്ല കേട്ടോ. അപ്പോൾ മൂപ്പര് എന്ത് കരിയിൽ കിട്ടിയാലും ഉപ്പാപ്പാക്ക് കൊണ്ടു കൊടുക്കുകയും അതേപോലെ തന്നെ ഇങ്ങനെ വാപ്പാനോട് ഓരോ കഥകളൊക്കെ പറയും കേട്ടോ. മൂപ്പര് വിചാരം മോൻ പറയുന്നതൊക്കെ വാപ്പ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് കഥ പറയുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് ചായയൊക്കെ റെഡിയാക്കട്ടെ. അപ്പോഴേക്ക് ഇതാ ഉമ്മ രാവിലെ തന്നെ സൊസൈറ്റിയിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കൾ വന്ന ഉമ്മ ഒരു എക്സ്ട്രാ കുറച്ചധികം പാൽ വാങ്ങും കേട്ടോ. അപ്പോൾ ഉമ്മക്ക് അറിയാം എല്ലാവരും പാല ഉമ്മ കൊടുക്കുകയും ചെയ്യുക, ചായ കൊടുക്കുകയും ഇല്ല കേട്ടോ. അങ്ങനെ നമുക്കിന്ന് രാവിലെ ചിക്കൻ കറിയും പത്തിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇന്ന് കഴിഞ്ഞ ദിവസം പലഹാരത്തിന് വാങ്ങുമ്പോൾ കുറച്ചധികം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് മുറ്റത്തേക്കൊക്കെ നോക്കുക കേട്ടോ. രാവിലെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ, വലിയ ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും ഉമ്മ ചായ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടോ. അങ്ങനെ എനിക്ക് ചായ കുടിക്കാൻ ഏറ്റവും ഇഷ്ടം അടുക്കളയിൽ ഇങ്ങനെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിട്ട് ഉമ്മാനോട് കഥയും പറഞ്ഞ് ഉമ്മ അതിൻ്റെ ഓരോരോ പണികളിലായിരിക്കും. എന്നാലും ഇവിടെ അങ്ങട്ടല്ലേ അപ്പുറത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്ത് അങ്ങനെ ഞാനിരുന്നിട്ട് ചായയൊക്കെ കുടിക്കാം കേട്ടോ.
മൽക്കീസ്റ്റ് ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ട് ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ടായാലും മക്കൾക്കൊക്കെ അപ്പുറം ടേബിൾ മേൽ വെച്ച് കൊടുത്തതാട്ടോ. അപ്പോൾ അവരെല്ലാം എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു ഉമ്മാനോട് കഥയൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അങ്ങനെ ഉമ്മ ഇതാ കൽമാസിൻ്റെ അരിയൊക്കെ കുഴച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാവുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതൊരു സന്ദേശം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് വാപ്പ കണ്ണ് കാണൂല, അപ്പോൾ മോന് ഇരുട്ടിയിലാണ് ആങ്ങള. അപ്പോൾ ഉമ്മാക്ക് ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് ഉമ്മാക്ക് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഒക്കെ ഉമ്മാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാ. അങ്ങനെ ഞാനാട്ടോ ഇത് കൽമാസൊക്കെ റെഡിയാക്കി കൊടുത്തത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കണ്ടേ. അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളതും അതേപോലെ തന്നെ ഞാനും ആങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനും കൊണ്ടുപോകാൻ വേണം, അപ്പോൾ എനിക്കും കൊണ്ടുപോകണം. അപ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയൊക്കെ റെഡിയാക്കി. അങ്ങനെ അനിയൻ എണീച്ചാരോ അവനും ഞാനും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കാം കേട്ടോ. ഇവിടെ വന്നാൽ അവനുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കേട്ടോ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടിടാമെന്ന് കരുതി. ഉമ്മ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ തന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ റോഡ് സൈഡായതുകൊണ്ട് അധിക ദിവസം വൈകുന്നേരം ആട്ടോ തുടക്കുക. അപ്പോൾ ഞാൻ വേഗം മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം മുറ്റത്ത് പോയിട്ട് ഉമ്മാൻ്റെ കുറച്ച് കാന്താരിയും മുളകും കാര്യങ്ങളൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് മെല്ലെ പിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അതേപോലെ തന്നെ ഉമ്മാൻ്റെ കറ്റാർ വായയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഉമ്മ അത്യാവശ്യം വരുന്നവർക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ, എണ്ണയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ മുഖത്ത് തേക്കാനൊക്കെ വേണ്ടിയിട്ട്. ഞാൻ അധികം എടുക്കാൻ നിൽക്കില്ല, ഇടയ്ക്ക് എനിക്ക് തോന്നും, പക്ഷേ മടിയാട്ടോ എടുത്ത് മുഖത്തൊക്കെ തേക്കാൻ. ഞാൻ മെല്ലെ എൻ്റെ മുറ്റത്തൂടെ ഒക്കെ നടന്ന് വേഗം അടുക്കളയ്ക്ക് പോയി ഉമ്മക്ക് വേഗം ഇനിയിപ്പോൾ കോഴിയാട ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിയാടക്ക് വേണ്ട ഇതൊക്കെ റെഡിയാക്കി കൊടുത്ത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യേണ്ടിയിട്ടാട്ടോ വീഡിയോ എടുത്തത്. ഞാൻ വേഗം പരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ. ഉമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഓള് വന്ന് വീഡിയോ കൊണ്ട്, അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ ഞാൻ കോഴിയാട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇത്രയും കോഴിയാട ഇതുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ വേഗം പല്ലെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും ഒരു 100 പല്ലട നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ, കൊടുക്കാനുള്ളത് നമുക്കും കൂടി വേണ്ടിയിട്ട്. അപ്പോഴാണ് മോന് ആങ്ങള പിന്നെ ജ്വല്ലറിയിൽ നിന്ന് ഓണത്തിന് കൊണ്ടുവന്ന പായസത്തിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ വരുമ്പോഴല്ലേ ഉമ്മ, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഉമ്മയും ബാപ്പയാകുമ്പോൾ ഉമ്മ ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ വേഗം പാല് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ വേഗം ഒരു പാക്കറ്റ് എടുത്തിട്ട് പാലടൻ്റെ മിക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് വേഗം ഒരു പായസമൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും നമുക്ക് കോഴിയടൊക്കെ പൊരിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ വേഗം ഗ്യാസ്മിലേക്ക് ഞാൻ വേഗം പൊരിക്കാമെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് പായസവും മാറ്റി. അങ്ങനെ നമ്മൾ വേഗം കോഴിയടൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ ഇതൊന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് സമയം എടുക്കും, കാരണം നമുക്ക് കുറച്ചധികം പൊരിക്കാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ തുടങ്ങിയതാട്ടോ. ഇത് ചൂടാറുകയും വേണ്ടേ, കൊണ്ടുപോകാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊന്ന് പൊരിച്ചെടുത്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ഇതാ എൻ്റെ പാലട പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അങ്ങനെ ഉമ്മൻ്റെ പുറത്തെ അടുപ്പിൽ തീ ഉണ്ടെന്ന് പറഞ്ഞ് ഉമ്മ വേഗം ചീനച്ചട്ടി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിനെ. കാരണം അവിടെ നിന്ന് അങ്ങ് ചൂടായിട്ട് വേഗം പൊരിയുന്നില്ല കേട്ടോ. അപ്പം പുറത്ത് നല്ല തീ ഉള്ളതുകൊണ്ട് ഉമ്മ വേഗം ഇങ്ങോട്ട് മാറ്റി പെട്ടെന്ന് തന്നെ വേഗം എല്ലാ കോഴിയുടെയും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മ അതൊക്കെ പൊരിക്കാനൊക്കെ പോയി, ഞാൻ വേഗം കുളിക്കാനും മാറ്റാനൊക്കെ പോയി കേട്ടോ. എനിക്കും ഇന്ന് പോകണമല്ലോ വൈകുന്നേരം. അപ്പോഴേക്കും ഇതാ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേനെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാവിലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനത് എടുത്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് അയില ഉമ്മ നല്ല കുറുകി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മ വെക്കുന്ന മുളക് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്കെല്ലാം. അങ്ങനെ ഞാൻ വേഗം കുറച്ച് ചോറും നല്ല അയില വരട്ടിയതും പിന്നെ കൊണ്ടാട്ട മുളക് ഉണ്ടായിന് അതും, അതേപോലെ തന്നെ പേരൊക്കെ നമ്മൾ മുളകും ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചിട്ടോ. അനിയനുണ്ട് കേട്ടോ, അപ്പോൾ ഓനെ ഞാൻ വീഡിയോ എടുക്കാനായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പായസവും ചോറൊക്കെ കഴിച്ച്
പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്ക് സുൻക വന്നേരം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ.